എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ് കേരള പാഠാവലി ഈ വർഷത്തെ ക്രിസ്തുമസ് പരീക്ഷയുടെ ആൻസർ കീ ആണ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാമെന്നതാണ്. ഇവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കുറച്ച് വാക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, അത് കൂടുതൽ കൂടുതൽ ചെറുതായേനെ. ഏത്? ഉത്തരം മണിക്കല്ല്. അടുത്ത ചോദ്യം, കടലോരത്തെ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം മണൽത്തരികളെ. കുട്ടികൾ പൂഴിമണലിലിരുന്ന് പണിയുന്നത് എന്താണ്? ഉത്തരം മണൽ കൊട്ടാരം. പാറകൾക്കും പർവ്വതങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകളുണ്ടാകും? ആരുടെ കഥ ഓർത്താണ് ഈ പ്രസ്താവന? ഉത്തരം മണിക്കല്ലിൻ്റെ. മണിക്കല്ലിനെ എടുത്തു നടന്നതാര്? ഉത്തരം പുഴ. പ്രവർത്തനം 2 യാത്രാനുഭവമാണ്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന യാത്രാനുഭവം പങ്കുവയ്ക്കാനാണ്. ഇവിടെ നിങ്ങൾ പോയിട്ടുള്ള ഒരു യാത്രാനുഭവമാണ് പങ്കുവയ്ക്കേണ്ടത്. അത് കൃത്യമായി തന്നെ അതോട് നല്ല ഭാഷയോടും കൂടി എഴുതുകയാണ് വേണ്ടത്. ബി ക്വസ്റ്റ്യൻ, എത്രയെത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ? എന്തിനെക്കുറിച്ചാണ് ഈ പ്രസ്താവന? ഉത്തരം ഇടുക്കി ഡാം. അടുത്തത് പ്രവർത്തനം 3 കത്താണ്. ഓണാഘോഷത്തെക്കുറിച്ച് പ്രിയ സുഹൃത്തിന് കത്ത് തയ്യാറാക്കുകയാണ് വേണ്ടത്. കത്ത് തയ്യാറാക്കുമ്പോൾ അയക്കുന്ന തീയതി, അയക്കുന്ന ആളിൻ്റെ അഡ്രസ് കൂടാതെ നല്ലൊരു തുടക്കവും കൂടി കത്തിന് ആവശ്യമാണ്. ഓണാഘോഷത്തിലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയുണ്ടായിരുന്നു ആഘോഷം എന്നിവ ഉൾപ്പെടുത്തിയാണ് കത്ത് തയ്യാറാക്കേണ്ടത്. പ്രവർത്തനം 4 വിവരണമാണ്. പെരുമഴയെക്കുറിച്ചാണ് ഈ കവിത. പുഴയുടെ കൂട്ടുകാരിയായ ചാറ്റൽ മഴയെ മഴ ചാറുമ്പോൾ എന്ന കവിതയിലൂടെ പരിചയപ്പെട്ടല്ലോ. മഴയെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഉണ്ടാകാം. മഴ തോർന്നൊഴിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നാം കണ്ടിട്ടുള്ളതാണ് മഴയുടെ വിവിധ രൂപങ്ങൾ. അതായത് ശക്തമായ മഴയും അതോടൊപ്പം തന്നെ സാധാരണ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മഴയും ഉണ്ടാകാറുണ്ട്. ശക്തമായ മഴ ധാരാളം നാശനഷ്ടങ്ങൾ വിതയ്ക്കാറുണ്ട്. എന്നാൽ ഇഷ്ടപ്പെടുന്ന മഴ, അതികഠിനമായ വേനലിന് ശേഷം പെയ്യുന്ന ആ മഴ എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെയാണ്. അടുത്തത്, കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഏത്? ഉത്തരം നോക്കാം. മണ്ണ് പൊന്നാക്കണം. അടുത്തത് പ്രവർത്തനം 5 പ്രസംഗമാണ്. കുടയോളം ഭൂമി എന്ന യൂണിറ്റിലെ ഭൂമി എന്ന കവിതയിലെ ഈ വരികൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇനി അവർ തനിച്ചാവുമോ എന്ന ചോദ്യം നമ്മളോടാണ്. പ്രകൃതി നേരിടുന്ന ആശങ്കകളാണ് ഇവിടെ തെളിയുന്നത്. മനുഷ്യനും പ്രകൃതിയും എന്ന വിഷയത്തെക്കുറിച്ച് ലഘുപ്രസംഗം തയ്യാറാക്കുകയാണ് വേണ്ടത്. പ്രസംഗം തയ്യാറാക്കുമ്പോൾ പ്രസംഗത്തിൻ്റേതായിട്ടുള്ള ഒരു ശൈലി പാലിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ അഭിസംബോധനയാണ് ചെയ്യേണ്ടത്. അതായത് പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് തുടങ്ങുന്ന രീതിയിലാവണം പ്രസംഗം ആരംഭിക്കാൻ. കൂടാതെ പ്രകൃതി ഭംഗി, പ്രകൃതി നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്താണ് ഉത്തരം തയ്യാറാക്കേണ്ടത്. അടുത്തത്, താഴെ വീഴുകയിലാകൃതി മാറും. ആർക്ക്? ഉത്തരം കാർമുകിലിന്. പ്രവർത്തനം 6 അനുഭവക്കുറിപ്പാണ്. നീർനാഗം എന്ന പാഠഭാഗത്തിൽ ബഷീർ ചെയ്ത കുസൃതി എല്ലാവരും ചിരിപ്പിച്ചതാണല്ലോ. കുട്ടിക്കാലം കുസൃതികളുടേതു കൂടിയാണ്. ഓർക്കുമ്പോൾ ചിരി വരുന്ന ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ്. ഇവിടെ നിങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള എല്ലാവരെയും ചിരി പടർത്താൻ സഹായിക്കുന്ന ഒരു കുസൃതിയാണ് ഇവിടെ പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങളുടെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇത് എഴുതേണ്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.